ഇൻഷുറൻസ് ഭേദഗതി ബിൽ ഇന്ന് തന്നെ പാർലമെന്റ് പാസ്സാക്കും. സഭയിൽ രാവിലെ അവതരിപ്പിച്ച ബില്ല് 4 മണിക്ക് പരിഗണിക്കാൻ പോവുകയാണ്. പി ബസന്തുണ്ട്. ബസന്ത്, ഇൻഷുറൻസ് നിയമവുമായി ബന്ധപ്പെട്ട ആക്ടുകളിലൊക്കെ തന്നെ വലിയ പൊളിച്ചെഴുത്ത്, സമഗ്രമായ മാറ്റം ലക്ഷ്യമിട്ടുള്ള ബില്ലാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. എപ്പോഴായിരിക്കും കൃത്യസമയം? 4 മണിക്ക് തന്നെ അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമോ? ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള ബില്ലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇന്ന് രാവിലെ അവതരിപ്പിച്ചത്. ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഈ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത്. ഇതിൻ്റെ ടൈറ്റിൽ അടക്കമുള്ള അല്ലെങ്കിൽ അതിൻ്റെ തലവാചകം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം എതിർപ്പ് പ്രകടിപ്പിച്ചു. ഹിന്ദിയിലാണ് ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇൻഷുറൻസ് അമെൻമെൻറ്റ് ബില്ല് എന്നുള്ളത് ബ്രാക്കറ്റിലുണ്ടെങ്കിലും സബ്കാ ബീമ സബ്കാ വിശ്വാസ് എന്നുള്ള തരത്തിലുള്ള ഒരു വാചകമാണ് ഇതിൽ. ക്ഷേമ എന്നുള്ള തരത്തിലുള്ള ഒരു ടൈറ്റിലാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇത് ശരിയായ നടപടിയല്ല എന്നാണ് RSP നേതാവ് NK പ്രേമചന്ദ്രൻ പറഞ്ഞത്. അതായത് ബില്ലുകൾ കഴിവതും ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണമെന്ന് ശക്തറാൻ കൗള ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഇതിന് വലിയ തോതിലുള്ള പിന്തുണയാണ് DMK അടക്കമുള്ള അംഗങ്ങൾ നൽകിയത്. ഭാഷയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ വിവേചനം ശരിയല്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം പ്രധാനമായും ഉരുത്തിരിഞ്ഞത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇപ്പോൾ 4 മണിക്ക് ഈ ബില്ല് ചർച്ചയ്ക്കെടുക്കാനും പാസ്സാക്കാനുമാണ് കേന്ദ്ര സർക്കാർ നീക്കം. അത് സെക്കൻഡ് സപ്ലിമെൻ്ററി ലിസ്റ്റായിട്ട് അല്ലെങ്കിൽ അധിക കാര്യ പരിപാടിയുടെ ഭാഗമായി ഇപ്പോൾ രണ്ടാമതൊരു പട്ടിക കൂടി ഇന്ന് ഉച്ചതിരിഞ്ഞ് നൽകിയിട്ടുണ്ട്. അതിലാണ് ഈ ഇൻഷുറൻസ് ബില്ല് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചർച്ചയ്ക്കെടുക്കാനും പാസ്സാക്കാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ബസന്താണ് വിവരങ്ങൾ നൽകിയത്. ഇൻഷുറൻസ് ഭേദഗതി ബില്ല് ഇന്ന് തന്നെ അല്പസമയത്തിനകം തന്നെ പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് അത് പാസ്സാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്.